ശിരൂർ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനായി തെരച്ചിൽ ഉടൻ ആരംഭിക്കും. ഗംഗാവലി പുഴയിലെ തെരച്ചിൽ നാവികസേനയുടെ നേതൃത്വത്തിൽ. സോണാർ സംവിധാനം ഉപയോഗിച്ച് ട്രക്കിന്റെ സ്ഥാനം കൃത്യമായി കണ്ടെത്താൻ ശ്രമം. നേവിയുടെ തെരച്ചിലിൽ പ്രതീക്ഷയെന്ന് കുടുംബം. മുണ്ടക്കെ ഉരുൾപൊട്ടലിൽ കാണാതായവർക്കുള്ള ജനകീയ തെരച്ചിൽ തുടരുന്നു. തലപ്പാലിൽ നിന്ന് ഒരു മൃതദേഹം കണ്ടെടുത്തു. വനത്തിലും ചാലിയാർ പുഴ കേന്ദ്രീകരിച്ചും പരിശോധന. ദുരന്ത മേഖലയിൽ വിദഗ്ധ സംഘമെത്തും. മുണ്ടക്കെ ചൂരൽമല മേഖല ജനവാസയോഗ്യമോ എന്നതിൽ പരിശോധന. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടരുതെന്ന ഹർജിയിൽ ഹൈക്കോടതി വിധി ഇന്ന്. റിപ്പോർട്ട് പുറത്തുവിടുന്നത് സ്വകാര്യതയുടെ ലംഘനമെന്ന് ഹർജിക്കാരൻ. സ്വകാര്യത സംരക്ഷിച്ചുകൊണ്ട് റിപ്പോർട്ട് പുറത്തുവിടണമെന്ന് സർക്കാരും വനിതാ കമ്മീഷനും. കൊച്ചിയിൽ മാവോയിസ്റ്റ് നേതാവ് മുരളി കണ്ണമ്പിള്ളിയുടെ വീട്ടിൽ NIA റെയ്ഡ്. 7ഓളം ഉദ്യോഗസ്ഥർ തേവയ്ക്കലിലെ വീട്ടിലെത്തിയത് പുലർച്ചെ. പരിശോധന ഹൈദരാബാദിലെ കേസുമായി ബന്ധപ്പെട്ട്. ഇന്ത്യൻ ഒളിമ്പിക് താരങ്ങൾ പാരീസിൽ നിന്ന് തിരിച്ചെത്തി. ഡൽഹി വിമാനത്താവളത്തിൽ ഉജ്ജ്വല സ്വീകരണം. അഭിമാനമായി മലയാളി താരം PR ശ്രീജേഷ്. ഗുസ്തി താരം വിനേഷ് ഫോഗട്ടിന്റെ അപ്പീലിൽ അന്താരാഷ്ട്ര കായിക കോടതിയുടെ വിധി ഇന്ന്. വെള്ളി മെഡൽ പങ്കുവെക്കണമെന്ന ആവശ്യം. ഷെയ്ഖ് ഹസീനെ പുറത്താക്കിയതിൽ പങ്കില്ലെന്ന് അമേരിക്ക. ബംഗ്ലാദേശ് കലാപത്തിന് പിന്നിൽ അമേരിക്ക എന്ന വാർത്ത വസ്തുതാവിരുദ്ധമെന്ന് വൈറ്റ് ഹൌസ്. നടപ്പായത് ജനങ്ങളുടെ തീരുമാനമെന്നും പ്രതികരണം. അമേരിക്കയ്ക്കെതിരെ ഷെയ്ഖ് ഹസീന പ്രസ്താവന നടത്തിയിട്ടില്ലെന്ന് കുടുംബം.